സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പലപ്പോഴും നമ്മൾ സിഗരറ്റിൻ്റെയും അല്ലെങ്കിൽ മദ്യക്കുപ്പികളുടെയൊക്കെ പുറത്ത് കാണാറുണ്ട്. നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകാറില്ലേ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ ക്യാൻസർ ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് മോശമാണ് എന്ന് അറിഞ്ഞിട്ടും ആളുകൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്? അവർ അറിഞ്ഞിട്ടും അവരിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ എന്തായിരിക്കും ചിന്തിക്കുക, അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? സൈക്കോളജിയിലെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന കൺസെപ്റ്റ് സൈക്കോളജിയിൽ അവതരിപ്പിക്കുന്നത് 1957 ലിയോൺ ഫെസ്റ്റിഞ്ചർ എന്ന പ്രശസ്തനായ സൈക്കോളജിസ്റ്റാണ്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുകയും എന്നാൽ അതിന് വിപരീതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസിക്കാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് അദ്ദേഹം ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അഥവാ നമ്മൾ വിശ്വസിക്കുന്ന കാര്യവും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിലുണ്ടാവുന്ന വൈരുദ്ധ്യം, ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ തന്നെ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ തമ്മിലുണ്ടാവുന്ന വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസിയാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, പുകവലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുമെന്നുള്ളത്. ഈ ഒരു പ്രയാസം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത എങ്ങനെയാണ് അദ്ദേഹം മാറ്റുക, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കംഫർട്ട് എങ്ങനെയാണ് അദ്ദേഹം പ്രതിരോധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ അദ്ദേഹം പുകവലിക്കുക എന്ന് പറയുന്ന ബിഹേവിയർ ഒരുപക്ഷെ നിയന്ത്രിക്കും അല്ലേ? അതുവഴി ഈ ഉള്ളിലുണ്ടാവുന്ന ഡിസണൻസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ടിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ അയാൾ മോചിതനായേക്കാം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, അയാൾ ഈ ഒരു ഡിസ്കംഫർട്ട് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുക. എല്ലാവരും സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഒരുപാട് പേര് സിഗരറ്റ് വലിക്കുന്നുണ്ട്. സിഗരറ്റ് വലിക്കുന്ന എല്ലാവർക്കും ഒന്നും ക്യാൻസർ വന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ഈ ഒരു സ്റ്റഡി അത്ര വലിയ സയൻറ്റിഫിക് ആണ് എന്നൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഈ രീതിയിലും ഒരുപക്ഷെ അയാൾ എന്ത് ചെയ്യും, അയാളുടെ ഉള്ളിലുണ്ടായ ഈ ഡിസണൻസിനെ, ഈ ഡിസ്കംഫർട്ടിനെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു രീതി അദ്ദേഹം ചിന്തിക്കുന്നത്, അല്ലെങ്കിലും പ്രസൻറ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നല്ലേ, ഇന്നത്തെ ദിവസം കഴിയുന്നത് മാത്രം നോക്കിയാൽ മതി, എന്തിനാണ് ഭാവിയിലേക്കൊക്കെ നോക്കുന്നത്, ഭാവിയിലേക്ക് എനിക്ക് ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നേക്കില്ലേ. അങ്ങനെയും ഒരു പക്ഷേ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന, അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഉണ്ടാവുന്ന ഈ ഡിസണൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പം സൈക്കോളജി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് കൊഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ഇതിനെ അപ്ലിക്കേഷൻ ലെവലിലും ഒബ്ജക്റ്റീവ് ടൈപ്പിലും എല്ലാ രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് കൊഗ്നിറ്റീവ് ഡിസണൻസ് തിയറി, ഇത് പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലിയോൺ ഫെസ്റ്റിഞ്ചർ എന്ന ആളുടെ പേരും നമ്മൾ മറന്നു പോവാതെ ഓർമ്മിച്ച് വെക്കേണ്ടതാണ്.